അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 പോസ്റ്റ് ചെയ്തിരുന്നു. വെൽക്കം ടു പാർട്ട് 2. അപ്പോൾ ഇപ്പോൾ വളരെ അധികം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഡെർമ റോളിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഡെർമ റോളിംഗ് എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ മൈക്രോ നീഡിലിംഗ് അല്ലെങ്കിൽ ഡെർമ റോളിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ് ശരിക്കും ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല. ഡെർമ റോളിംഗ് അല്ലെങ്കിൽ മൈക്രോ നീഡിലിംഗ് എന്ന് പറയുന്ന ഒരു ഡെർമ റോളർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഏകദേശം ഒരു 240 നീഡിൽസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിങ്ങനെ സ്കിന്നിലൂടെ ഉരുട്ടുമ്പോൾ സ്കിന്നിൽ മൈക്രോ പഞ്ചേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിനെ ഹീൽ ചെയ്യാനായിട്ട് നമ്മുടെ ഹീലിംഗ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും കൂടുതൽ കൊളാജൻ അവിടെ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പുതിയ ബ്ലഡ് വെസൽസ് ഒക്കെ ഫോം ആവുകയും അങ്ങനെ ആ ഒരു സൈറ്റ് ഓവറോൾ ഒന്ന് ഇമ്പ്രൂവ് ആകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹെയർ ഫോളിക്കിൾസ് ഉള്ള ഏരിയ ആണ് നമ്മൾ ഈ ഡെർമ റോളിംഗ് ചെയ്യുന്നതെങ്കിൽ ആ ഹെയർ ഫോളിക്കിൾസ് കൂടുതൽ നറിഷ് ആവുകയും അതിന് കൂടുതൽ ഓക്സിജൻ ബ്ലഡ് സപ്ലൈ ഒക്കെ കിട്ടി അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഡെർമ റോൾ ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന മിനോക്സിഡിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഡെർമ റോളിങ്ങും മിനോക്സിഡിലും കൂടെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്, കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു ഡെർമ റോളറിന് വരുന്ന വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 250 രൂപ 300 രൂപയാണ് മാക്സിമം വരുന്നത്. മിനോക്സിഡിലിൻ്റെ ചിലവെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 ml ഒരു 900 റുപ്പീസൊക്കെയാണ് മിനോക്സിഡിലിന് മാക്സിമം വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത PRP ആണ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ്. ഒരുപാട് എല്ലാവരും PRP കേട്ടിട്ടുണ്ടാകും. നമ്മുടെ തന്നെ ബോഡിയിൽ നിന്ന് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്യും, അത് ഒരു ട്യൂബിനകത്ത് വെച്ച് സെൻട്രിഫ്യൂജ് ചെയ്യും, നമ്മുടെ ബ്ലഡിനെ പ്ലാസ്മയായിട്ടും പ്ലേറ്റ്ലെറ്റ് ആയിട്ടും വേർതിരിയും. പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ളതിനെ എടുത്ത് ഹൈ കോൺസെൻട്രേഷനിൽ നമ്മുടെ ഈ അഫക്റ്റഡ് ഏരിയാസിൽ ഹെയർ തിന്നിങ് ഉള്ള ഏരിയാസിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ് PRP ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഈ ബ്ലഡ് സെല്ല് നമ്മുടെ ബോഡിയിലെ ഹീലിംഗ് പ്രോസസ്സിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോളുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒരുപാട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് സെൽ റീപ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യുകയും അതുപോലെ ടിഷ്യൂ റീജനറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഹെയർ ലോസിന് വേണ്ടി മാത്രമല്ല, മറ്റൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, ജോയിൻറ്റ് പെയിൻ അതുപോലുള്ള ബോഡി ഹീലിങ്ങിനായിട്ടുള്ള മറ്റൊരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി PRP യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഹെയർ ലോസിന് വേണ്ടിയിട്ടാണ് ഈ PRP ചെയ്യുന്നതെങ്കിൽ അവിടെ ഇതിൻ്റെ ഈ റീജനറേറ്റീവ് പ്രോപ്പർട്ടീസും ഉണ്ട്. ആക്റ്റീവായിട്ടുള്ള ഹെയർ ഫോളിക്കൾ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ ചെറിയ മൈക്രോ ഒരു രോമം പോലുള്ള മുടിയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ആ ഹെയർ ഫോളിക്കിൾസിന് കൂടുതൽ ന്യൂട്രിയൻസ് ആയി കിട്ടാനും അതിന് ഗ്രോത്ത് സംഭവിക്കാനും സാധ്യതയുണ്ട്. ആ ബേബി ഹെയർ നന്നായിട്ട് ഗ്രോത്ത് സംഭവിക്കുകയും അത് നന്നായിട്ട് വളരുകയും ചെയ്യും. അങ്ങനെയാണ് ഈ PRP ഹെയർ ഗ്രോത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഹെയർ ഫോളിക്കിൾസ് ഉള്ള ആൾക്ക് മാത്രമേ PRP വർക്ക് ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് വർക്ക് ചെയ്യില്ല. ഇനി PRPയുടെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ PRPക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ ബ്ലഡ് തന്നെ എടുത്ത് നമ്മുടെ ആവശ്യമുള്ള ഏരിയയിൽ ഹൈ കോൺസെൻട്രേഷനിൽ ഈ പ്ലേറ്റ്ലെറ്റ് ഇഞ്ചെക്ട് ചെയ്യാണ് PRP ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും PRP ഉണ്ടാക്കാറില്ല. പിന്നെ ചെയ്യുന്ന ക്ലിനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രോപ്പറായിട്ടുള്ള ഹൈജീനുള്ള അതുപോലെ ക്വാളിറ്റി ട്യൂബ്സ് ഒക്കെ വേണം ഇതിനകത്ത് യൂസ് ചെയ്യാൻ, ക്വാളിറ്റി സിറിഞ്ചസ് അങ്ങനെയുള്ള ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ ക്വാളിറ്റി ഉള്ളൊരു ക്ലിനിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള പ്രശ്നവും PRP ഉണ്ടാക്കാറില്ല. സോ നല്ലൊരു ക്ലിനിക്ക് കണ്ടെത്തി PRP ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ PRPക്ക് വരുന്നൊരു ചാർജ് എന്ന് പറയുന്നത് ഒരു 3000 to 5000 ആണ് PRPക്ക് വരുന്ന ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ സിറ്റികളിലൊക്കെ അറൗണ്ട് 5000 അല്ലെങ്കിൽ 6000 ഒക്കെ അവർ ചാർജ് ചെയ്യും. കാരണം അവരുടെ ആ ക്ലിനിക്കിൻ്റെ റെൻറ്റ്, അവിടെ സ്റ്റാഫിൻ്റെ റെൻറ്റ്, ഇതെല്ലാം അവർ ഇതിൽ നിന്നാണ് ഈടാക്കുന്നത്. ഇപ്പോൾ അറൗണ്ട് 5000 6000 ഒക്കെ ആയിരിക്കും വലിയ വലിയ സിറ്റീസിൽ ഒക്കെ. ഇപ്പോൾ എറണാകുളം പോലുള്ള സിറ്റീസിലൊക്കെ 5000 ഒക്കെ ആയിരിക്കും പലരും ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ സിറ്റീസിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ എക്സ്പെൻസ് കുറയുമ്പോൾ കുറച്ചുകൂടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർക്ക് PRP ചെയ്തു കൊടുക്കാൻ സാധിക്കും. അടുത്തത് GFC ആണ്, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആണ്. അപ്പോൾ PRP ഓൾമോസ്റ്റ് ഔട്ടായി തുടങ്ങി എന്ന് വേണം നമ്മൾ പറയാൻ. PRPയിൽ നിന്ന് എന്താണ് GFCയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ GFCക്ക് യൂസ് ചെയ്യുന്ന ട്യൂബ് വ്യത്യാസമാണ്. PRP ട്യൂബ് അല്ല, ഒരു GFCക്കായിട്ട് സെപ്പറേറ്റ് ട്യൂബ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 20 to 25 മിനിറ്റ്സ് ആ ട്യൂബിനകത്ത് വെച്ചതിന് ശേഷമാണ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് ഫാക്ടർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവാണ് ഈ ഗ്രോത്ത് ഫാക്ടർ ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതുപോലെ GFC ചെയ്യുമ്പോൾ കോൺസെൻട്രേഷനും കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഏരിയയിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. കമ്പാരറ്റീവ്ലി PRPയേക്കാളും എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പെൻസും കുറച്ച് കൂടുതലാണ്. GFCക്ക് PRPയെ അപേക്ഷിച്ച് ഓൾമോസ്റ്റ് ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ 2000 റുപ്പീസ് ഒക്കെ കൂടുതലാണ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4000 5000 6000 ആ ഒരു റേഞ്ചിലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്കുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ റേറ്റ് മാറുന്നത്. ചില സ്ഥലങ്ങളിൽ 3000 3500 ഒക്കെ GFC ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്ലിനിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഈ PRP ആയാലും GFC ആയാലും മിനിമം ഒരു 5 to 6 months കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും എടുക്കണം. എത്ര നാൾ നിങ്ങൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നു അത്രയും നാളും റിസൾട്ട് ഉണ്ടാവും. എപ്പോൾ നിർത്തുന്നോ അപ്പോൾ മുടി കൊഴിഞ്ഞു പോകാനും തുടങ്ങും. അടുത്ത LLT ആണ്, അതായത് LLT, ലോ ലെവൽ ലേസർ തെറാപ്പി. അധികം ആളുകൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു മെത്തേഡാണ്.
ഇവിടെ ഒന്നും അത്രയും അങ്ങോട്ട് അതൊരു വലിയ പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ല. അതായത് നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ LLT എന്ന് പറയുമ്പോൾ ആക്ച്വലി വെൻ വി ലുക്ക് ഇൻ ടു ഇറ്റ്സ് മെക്കാനിസം, it's a stimulation of epidermal stem cells in the hair follicle bulge and shifting hair follicles into anagen phase. ഈ ലൈറ്റ് കൊടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവിടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അത്രയും സിമ്പിൾ ആണ് അതിന്റെ മെക്കാനിസം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റെം സെൽ തെറാപ്പിയാണ്. സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുമ്പോൾ സ്റ്റെം സെൽസ് ആണ് നമ്മുടെ ബോഡി ടിഷ്യൂ ഹീലിങ്ങിനും റിപ്പയറിങ്ങിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ സ്റ്റെം സെൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമ്മുടെ ഈ അഫക്റ്റഡ് ഏരിയയിൽ അതിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. നമ്മുടെ PRP പോലെ തന്നെ, പക്ഷെ വേറൊരു മെക്കാനിസമാണ്. അങ്ങനെ ഈ സ്റ്റെം സെൽസിനെ അവിടെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു ഹീലിംഗ് ആൻഡ് റിപ്പയറിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ഹെയർ ഫോളിക്കിൾസിന് കൂടുതൽ നറിഷ്മെൻറ്റ് കിട്ടുകയും അത് ആക്റ്റീവ് ആകുകയും അങ്ങനെ അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ അവിടെയും ഹെയർ ഫോളിക്കിൾസ് പ്രസൻ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ആ ഒരു ബാൾനെസ് ഉള്ള ആളുകൾക്കാണ് ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അല്ലാതെ നല്ല രീതിയിൽ മുടി പോയി കഷണ്ടി ആയിട്ടുള്ള, അതായത് ഷൈനി ആയിട്ടുള്ള സ്കാൽപ്പുള്ള ആളുകൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഫിനാസ്ട്രൈഡ്, പ്രൊപ്പേഷ്യ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫിനാസ്ട്രൈഡ് കൂടുതലായിട്ടും ഓറൽ ഫോമിലാണ് എടുക്കാറുള്ളത്, ടാബ്ലറ്റ് ആയിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5-alpha റിഡക്റ്റേസ് ഇൻഹിബിറ്റർ ആണ്. അതായത് ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഈ 5-alpha റിഡക്റ്റേസ് എന്ന് പറയുന്ന സാധനത്തിനെ ബ്ലോക്ക് ചെയ്യും. 5-alpha റിഡക്റ്റേസ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിലുള്ള ആൻഡ്രജൻ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോണിൽ നിന്നാണ് മറ്റൊരു ആൻഡ്രജൻ ആയിട്ടുള്ള DHT ഉണ്ടാകുന്നതെന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റെറോൺ DHT ആയിട്ട് കൺവേർട്ട് ആകാനുള്ള ഒരു പ്രധാന കാരണമാണ് ഈ 5-alpha റിഡക്റ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിനാസ്ട്രൈഡ് യൂസ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റോസ്റ്റെറോൺ DHT ആയിട്ട് കൺവേർട്ട് ആകുന്ന ഒരു പ്രോസസ്സിനെ ഇത് ബ്ലോക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ DHT ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ അതിനെ അഫക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഓൾറെഡി ഉള്ള ഹെയർ ഫോളിക്കിൾസ് അതിന് വലിയ ഡിസ്റ്റർബൻസസോ ഇൻട്രപ്ഷൻസോ ഒന്നും ഉണ്ടാകാതെ നോർമലായിട്ട് വളരാനും സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫിനാസ്ട്രൈഡ് യൂസ് ചെയ്യുന്നത്. മറ്റ് ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഈ മെഡിക്കേഷൻ എപ്പോൾ നിർത്തുന്നു അപ്പോൾ വീണ്ടും ബോഡിയിൽ DHT പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനും ഹെയർ ഫോൾ കൂടാനും തുടങ്ങും. പക്ഷേ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സൈഡ് എഫക്ട്സ് കുറച്ച് കൂടുതലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഫിനാസ്ട്രൈഡ് എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മുടെ സെക്സ് ഡ്രൈവിനെ ബാധിക്കാം, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം, അതുപോലെ ഇജാക്കുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം, ഇൻക്രീസ് ഇൻ ബ്രസ്റ്റ് സൈസ്, നിപ്പിൾ ടെൻഡർനെസ്, സ്കിൻ റാഷസ്, ഇങ്ങനെയുള്ള ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് നോക്കുകയാണെങ്കിൽ സ്വെല്ലിംഗ് ഓഫ് ലിപ്സ്, ടങ്, ത്രോട്ട് ആൻഡ് ഫേസ്, ഡിപ്രഷൻ, ബ്രസ്റ്റ് പെയിൻ, നിപ്പിൾ ഡിസ്ചാർജ്, ഇതൊക്കെയാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സെൽഫായിട്ട് എടുക്കാൻ പാടില്ലാത്ത ഒരു മെഡിക്കേഷനാണ് ഈ ഫിനാസ്ട്രൈഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആ ഡോക്ടർ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ള ഒരു മെഡിക്കേഷനാണ് ഫിനാസ്ട്രൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴുള്ള ഈ ഹെയർ ലോസിനുള്ള ട്രീറ്റ്മെൻറ്റ്സും ക്യൂർസും ഒക്കെ. സിവിയർ ആയിട്ടുള്ള കഷണ്ടിക്കൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ, ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഒരു ഹിൻറ്റ് മാത്രം തരാം. അതായത് ഇപ്പോൾ ഹെയർ ഫോളിക്കിൾ ക്ലോണിങ് എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ പറ്റി റിസർച്ച് നടക്കുകയാണ്. ഹെയർ ഫോളിക്കിൾ ക്ലോണിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ പുറകിൽ നിന്ന് ഡോണർ ഏരിയ ആയിട്ട് സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഹെയർ ഫോളിക്കിൾസ് എടുത്താണ് മുടിയില്ലാത്ത ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിക്കിൾസിൻ്റെ എണ്ണം ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഏകദേശം 100,000 മുടിയാണ് ഒരു ആവറേജ് ഹെൽത്തി അഡൾട്ടിൻ്റെ തലയിലുണ്ടാവുക. നമ്മൾ ഈ ബാക്കിൽ നിന്ന് ഡോണർ ഏരിയയിൽ നിന്ന് മുടി എടുക്കുമ്പോൾ, ആ ഒരു ഫോളിക്കിൾ എടുക്കുമ്പോൾ പിന്നീട് അവിടെ മുടി വരില്ല. ആ ഫോളിക്കിൾ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഫോളിക്കിൾ നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ആ ഒരു ഏരിയയിൽ ഉള്ളുകുറവ് ഉണ്ടാവുകയും മാത്രമല്ല നമുക്ക് ഈ ഡോണർ ഏരിയയുടെ ലിമിറ്റേഷൻ ഉണ്ടാവും. നമുക്ക് എല്ലാ സ്ഥലത്തും നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എണ്ണം തികയില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണ് ഈ ഹെയർ ഫോളിക്കിൾ ക്ലോണിങ് എന്ന് പറയുന്ന ഒരു സംഭവം അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾ മാത്രമേ ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റൊരാൾ നമ്മളിപ്പോൾ കിഡ്നി ലിവറൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ ഹെയർ ഫോളിക്കിൾസ് നമുക്കിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന് റിജക്ഷനും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തന്നെ ഹെയർ ഫോളിക്കിൾ എടുത്ത് അതിനെ ക്ലോൺ ചെയ്ത് നമുക്ക് എത്ര ഫോളിക്കിളാണോ ആവശ്യം അത്രയും ഫോളിക്കിളായിട്ട് അതിനെ ക്ലോൺ ചെയ്തെടുത്ത് നമ്മുടെ തലയിൽ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ ഒരു സാധനത്തെ പറ്റിയാണ് ഇപ്പോൾ റിസർച്ചേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൺസ് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ, അത് അപ്രൂവ്ഡ് ആയിക്കഴിഞ്ഞാൽ എത്ര കഷണ്ടിയുള്ള ആൾക്കും അവരുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്തുണ്ടായിരുന്ന പോലെ തന്നെ തല മുഴുവൻ മുടി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഹെയർ ഫോളിക്കിൾ ക്ലോണിങ്ങിലൂടെ വരുന്നത്. അപ്പോൾ അതിന് എത്ര കാലം എടുക്കും എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഒരു 10 വർഷം എടുത്തേക്കാം, 20 വർഷം എടുത്തേക്കാം, ചിലപ്പോൾ 30 വർഷം എടുത്തേക്കാം. അപ്പോൾ എന്തായാലും അതിന് കുറേ നാളുകൊണ്ട്, കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് ഞാൻ ഈ കൺസെപ്റ്റിനെ കുറിച്ച് കേൾക്കുന്നു. അപ്പോൾ ഇതുവരായിട്ടും വലിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും അതിലുണ്ടായിട്ടില്ല. എനിവേ അത് വരികയാണെങ്കിൽ ഈ പറയുന്ന വലിയ പ്രോബ്ലങ്ങളെല്ലാം ഇല്ലാതാകും. തല നിറയെ മുടിയുള്ള ആളുകളായിട്ട് മാറും. ഇതിനുവേണ്ടി കഷ്ടപ്പെടാനോ പൈസ മുടക്കാനോ ഒക്കെ കഴിവുള്ള എല്ലാ ആളുകളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണും
എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലെ മറ്റൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നവരെ ഐ എം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.